കുഞ്ഞ് നിർത്താതെയുള്ള കരച്ചില. കുഞ്ഞിനെ ഇന്നലെ ഒന്ന് പുറത്തു കൊണ്ടുപോയായിരുന്നു. അടുത്ത വീട്ടിലുള്ള കുറെ ആൾക്കാർ കുഞ്ഞിനെ കാണാൻ വന്നായിരുന്നു. കുഞ്ഞിന്റെ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇട്ടായിരുന്നു. സംശയിക്കണ്ട, ഇത് കണ്ണ് കിട്ടിയത് തന്നെ. ഇതുപോലെ നമ്മുടെ കുഞ്ഞു വാവകൾ നിർത്താതെ കരയുന്നതിന് ഒരുപാട് ഫണ്ണി ആയിട്ടുള്ള റീസൺസും ന്യായീകരണങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. പക്ഷെ എന്തായിരിക്കും നമ്മുടെ വാവകൾ ഇതുപോലെ നിർത്താതെ കരയുന്നതിനുള്ള ശരിക്കുമുള്ള റീസൺ? അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കുഞ്ഞുവാവകളുടെ വിശപ്പാണ് കേട്ടോ. കാരണം അവരുടെ വയറ് വളരെ ചെറുതാണേ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ കുറച്ച് മാസം ആദ്യത്തെ കുറച്ച് സ്റ്റാർട്ടിങ് സമയത്ത് നമ്മളൊരു 2 to 3 hours തന്നെ അവരെ ഫീഡ് ചെയ്യണമെന്ന് പറയുന്നത്. കാരണം അവർക്ക് വിശക്കുമ്പോൾ അവർ വേഗം കരഞ്ഞു തുടങ്ങും. അപ്പോൾ അവരുടെ വിശപ്പിന്റെ ആദ്യത്തെ ക്യൂസ് എന്നാണ് നമ്മൾ പറയുന്നത്. അതൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പാല് കൊടുക്കണം. പിന്നെ അവർ വിശന്നങ്ങ് കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ സമാധാനിപ്പിച്ചെടുക്കാനായിട്ട് നല്ല പാടായിരിക്കും. ഇനി ഇതുപോലെ തന്നെ പേരൻസിന് നന്നായിട്ട് കഷ്ടപ്പാട് വരുന്ന മറ്റു കാരണങ്ങളും ഉണ്ട് കുഞ്ഞുങ്ങൾ നിർത്താതെ കരയുന്നതിനുള്ള. അതിലൊരു കാരണമാണ് അവരെ ഫീഡ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ബർപ്പ് ചെയ്യാതിരിക്കുമ്പോൾ ഗ്യാസ് ട്രാപ്പ് ചെയ്തതിന് ശേഷം അവർക്ക് ഈ ഗ്യാസ് പോവാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഡിസ്റ്റർബൻസും ഒക്കെ വരാം. അങ്ങനെ വരുമ്പോൾ തന്നെ ഇവർക്ക് മോഷൻ പാസ് ചെയ്യാനായിട്ടും ബുദ്ധിമുട്ടുണ്ടാകും. ഇങ്ങനെ വരുമ്പോഴും കുഞ്ഞുങ്ങൾ നിർത്താതെ കരയുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി മറ്റൊരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അല്ലെ കുഞ്ഞിനെ കാണാൻ ഒരുപാട് പേര് വന്നു, കുഞ്ഞിനെ കണ്ടിന്യൂസ് ആയിട്ട് കളിപ്പിക്കുകയോ ഇങ്ങനെ കൈമാറി പോവുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കറക്റ്റായിട്ടൊന്ന് ഉറങ്ങാനോ അല്ലെങ്കിൽ അവർക്ക് ഈ ഹൈപ്പർ സ്റ്റിമുലേഷനും അതുപോലെ തന്നെ അവർ ഓവറായിട്ട് ടയേർഡ് ആവുന്നതും കൊണ്ടും അവർക്കൊന്ന് പ്രോപ്പറായിട്ട് ഉറങ്ങി വരാനൊക്കെ ഒരു താമസം കാണാറുണ്ട്. ആ ഒരു ടൈമിൽ ഈ ബേബീസ് ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കും, അവർ നിർത്താതെ ഒന്ന് കരയുകയും ചെയ്യും. ഈ പറഞ്ഞ കാരണങ്ങളൊന്നുമല്ലാതെ നമ്മൾ വളരെ കോമൺ ആയിട്ട് നമ്മുടെ പേരൻസ് ഇങ്ങനെ അയ്യോ ഡോക്ടറെ കുഞ്ഞ് നിർത്താതെ കരയുന്നു എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേജർ വില്ലനാണ് ഇൻഫൻറ്റൈൽ കോളിക്. ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഒരു 2 weeks മുതൽ ഒരു 3 to 4 months വരെ ഇത് കാണുന്നുണ്ട്. ഒരു ഈവനിങ് ടൈം അല്ലെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ശേഷം കുഞ്ഞുങ്ങൾ അങ്ങ് നിർത്താതെ കരച്ചിൽ തുടങ്ങും. മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഇതിന് മറ്റ് കാരണങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് ചിലപ്പോൾ ഒരു 2 മണിക്കൂർ വരെയൊക്കെ നിൽക്കാറുണ്ട് ഈ കരച്ചിൽ. അതുപോലെ തന്നെ ഇത് എല്ലാ ആഴ്ചയിലും ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരാം. നേരത്തെ പറഞ്ഞ പോലെ ചില മാസങ്ങൾ വരെയും ഇത് നിൽക്കാറുണ്ട്. ഇതിന് പ്രത്യേകിച്ച് നമുക്ക് റീസൺ ഒന്നുമില്ല. ഇതൊരു വയറ് നോവ് പോലെയൊക്കെയാണ് വരുന്നത്. ഇത് കൂടാതെ തന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻ്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു മൂക്കടപ്പോ ചെവി വേദനയോ അതുപോലെ ഈ ഡയപ്പർ ഒരുപാട് നേരം വെച്ച് നനഞ്ഞിരിക്കുകയോ ഇങ്ങനെയൊക്കെ വരുന്ന കണ്ടീഷനിലും കുഞ്ഞുങ്ങൾ നിർത്താതെ കരയാറ്. സോ ഇങ്ങനെ ഇറിറ്റബിൾ ആയിട്ട് നിർത്താതെ കരയുന്ന കുഞ്ഞിനെ നമുക്ക് എങ്ങനെ വീട്ടിൽ മാനേജ് ചെയ്യാൻ പറ്റും? ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു അവരുടെ മെയിൻ റീസൺ എന്ന് പറയുന്നത് വിശപ്പാവാം. അപ്പോൾ അവരെ പ്രോപ്പറായിട്ട് കറക്റ്റ് ടൈമിൽ തന്നെ ഫീഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം അവരെ നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് വെക്കുക, അവരുടെ എൻവയോൺമെൻറ്റ് കംഫർട്ടബിൾ ആക്കുക. ഒരുപാട് ലൈറ്റൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ അവിടെ നിന്നൊന്ന് മാറ്റി കുറച്ച് ഡിം ലൈറ്റൊക്കെ കൊടുത്ത് ജെൻറ്റിലായിട്ടുള്ള മ്യൂസിക്കൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഡയപ്പറൊക്കെ ഒരുപാട് നേരമായിട്ടിരുന്നു ഫുൾ നനഞ്ഞൊക്കെ ഇരിക്കുന്നതെങ്കിൽ അവർ ഫുള്ളി ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈറ്റായിട്ട് അബ്ഡോമനൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമ്മുടെ കുഞ്ഞു ആളിങ്ങനെ നിർത്താതെ കരയുന്നു, അവരുടെ പേരൻസും വീട്ടിലുള്ള എല്ലാവരും ഇങ്ങനെ മാറി മാറി എടുത്ത് നമ്മൾ ഈ പറഞ്ഞ ടെക്നിക്കുകളൊക്കെ പരീക്ഷിച്ചിട്ടും കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഡേഞ്ചർ ആയിട്ടുള്ള എന്തെങ്കിലും സൈൻസ് ഉണ്ടോ എന്ന് നോക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ കുട്ടികളെ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്യണം. എന്തൊക്കെയാണ് ഈ ഡേഞ്ചർ സൈൻസ് എന്ന് പറയുന്നത്? ഒന്നാമതായിട്ട് കുട്ടികളുടെ കരച്ചിലുള്ള പാറ്റേൺ, അതായത് കുഞ്ഞുങ്ങൾ സാധാരണ കരയുന്നതിൽ നിന്നും വേറെ രീതിയിലുള്ള ഭയങ്കര ഹൈ പിച്ച്ഡ് ആയിട്ടുള്ള ഒരു ശബ്ദത്തിൽ കരയോ, അതിനോടൊപ്പം തന്നെ നിർത്താതെയുള്ള ഛർദിൽ വരോ, പനി വരുമോ, മറ്റ് ഇൻഫെക്ഷൻ്റെ സൈൻസ് എന്തെങ്കിലും കാണിക്കുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ കുഞ്ഞിനെ എത്ര സമാധാനിപ്പിച്ചിട്ടും പാല് നന്നായിട്ട് കുടിക്കുന്നില്ലെങ്കിലും ഇങ്ങനെ ഈ തുടർച്ചയായിട്ടുള്ള കരച്ചിൽ മൂലം കുഞ്ഞ് പാല് കുടിക്കാതെ വരെയും അതുപോലെ തന്നെ വെയിറ്റ് ആവശ്യത്തിന് വെക്കുന്നില്ലെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്. സോ ഫോർ അവർ ലിറ്റിൽ ബൂബൂസ്, ഹാപ്പി പാരൻറ്റിങ് വിത്ത് കുട്ടി ഡോഗ്.